അനിൽ ആന്റണി മൊത്തത്തിൽ അതായത് വീശി പിടിക്കുകയായിരുന്നു അനിൽ ആന്റണി. അനിൽ ആന്റണി ആകെ ചെയ്തിരുന്നത് ഡിഫൻസ് ഫയലുകൾ, ഡിഫൻസ് മിനിസ്റ്റർ റെസിഡൻസിൽ വന്ന ഫയലുകൾ കാണിച്ചു കൊടുക്കും. പിന്നെ പഴംകുളം മധു എന്ന് പറഞ്ഞ KPCC ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു തുണ്ട് പേപ്പർ, തുണ്ടെന്തിനാ മൊബൈലിൽ ഫോട്ടോ കൊടുത്താൽ പോലെ. അദ്ദേഹം പറഞ്ഞു ഒരു തുണ്ട് പേപ്പർ ആന്റണിയുടെ കയ്യിൽ നിന്ന് കിട്ടൂലെന്ന്. തുണ്ടെന്തിനാന്ന് ഫോട്ടോ കൊടുത്താൽ പോരെ. നരേന്ദ്രമോദിയുടെ NDA വന്നതിന് മുമ്പ് ഡിജിറ്റലൈസേഷൻ ഉണ്ട് ഇന്ത്യയിൽ, ഇല്ലേ? ന്യൂ ജനറേഷൻ മൊബൈലും ഉണ്ട്. ഞാൻ പറഞ്ഞത് AK-യുടെ കൃഷ്ണമേനോൻ മർഗിലെ വീട് ഓഫീസ് റെസിഡൻസിലുള്ള ഓഫീസിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഡിഫൻസ് മന്ത്രാലയത്തിൽ നടന്നല്ല ഞാൻ പറഞ്ഞത്. അതെനിക്കറിയാം. പ്രതാപം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തൊന്നും എനിക്കറിയില്ല. ഗുരുതരം രാജ്യരക്ഷ എങ്ങനെ വാദിക്കണത്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത രാജ്യരക്ഷ എങ്ങനെ കളങ്കപ്പെടണത്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത രാജ്യരക്ഷ എങ്ങനെ? ഫോട്ടോസ്റ്റാറ്റല്ലേ കൊടുത്തിട്ടുള്ളൂ, ഡീലൊന്നും നടന്നിട്ടില്ലല്ലോ. ഒരാൾ ചോദിക്കും പ്രതിരോധ രേഖകൾ എന്ന് പറഞ്ഞാൽ താഴെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഫയൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഓപ്പൺ ചെയ്യണത് ഡയറക്ടർ ലെവലിൽ നിന്നാണ്. സെക്ഷൻ ഓഫീസർ, ഡയറക്ടർ, അണ്ടർ സെക്രട്ടറി, അതിന് JS വരെ പോകും. ആ ഫയലുകളുടെ നോട്ടുകളാണ് കൊടുത്തിരുന്നത്. പിന്നെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള കച്ചവടക്കാർ പുറത്തേക്ക് ഇറങ്ങി, കാരണം അവർക്ക് ഒരു ഡീലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ അവർ അനിലിനെ സമീപിച്ചു. അനിൽ ഇന്ന ഡീല് ഇന്ന രീതിയിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള ധാരണ കൊടുത്ത് പണം കൊടുത്തവരുമുണ്ട്, പണം നഷ്ടപ്പെട്ടവരുമുണ്ട്, ഒന്നും നടക്കാത്തവരുമുണ്ട്. ഞാൻ പറഞ്ഞാൽ ആകെ ഒരു ഡീലാണ് കൺക്ലൂഡ് ചെയ്തത്. 10 വർഷത്തിനിടെ നോക്ക് ഏത് ഡീൽ അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് അതിന്റെ ഭാഗം എനിക്കറിയില്ല. ഞാൻ അവരെയൊന്നും കണ്ടിട്ടില്ല. എന്നെ ഡീൽ ചെയ്യാൻ വന്ന അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണിയെ ഞാൻ ഡീൽ ചെയ്ത എന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. എനിക്ക് ആ CBI അല്ലല്ല, ആ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചന്ദ്രശേഖര പിള്ള എന്ന് പറഞ്ഞാൽ CBIയുടെ ജില്ലാ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെ CBI നിയമിച്ചു. അദ്ദേഹത്തിന്റെ ടെനുവർ കഴിഞ്ഞു. ഈ എപ്പിസോഡ് നീണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് 1.5 കൊല്ലം കിട്ടി. അതിനുശേഷം കഴിഞ്ഞ കുറച്ചു കാലം കൂടി അദ്ദേഹം നീണ്ടുപോയി. അപ്പോഴത്തെ NDA വന്നു, ശാസ്ത്രമംഗല അജിത്തിനെ വെച്ചു. BJP ഗവൺമെന്റ് ശാസ്ത്രമംഗല അജിത്തിനെ വെച്ചു. പക്ഷെ ഇന്ന് മറുനാടൻ സാജൻ പറഞ്ഞു ഞാൻ ശാസ്ത്രമംഗല അജിത്തിനെ കാശ് കൊടുത്തിരുന്നു. അദ്ദേഹം എവിടെ നോക്കിയാണ് ഇത് പറയണേന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അന്ന് എംപാനിൽ വന്ന 4 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4 ലോയറിൽ എലിജിബിൾ ആണെന്ന് കണ്ട ലോയർ അത് എലിജിബിൾ ആണെന്നും അങ്ങേര് 1ാം സ്ഥാനത്താണെന്നും അപ്പോയിന്റ്മെന്റ് മാത്രം നടന്നാൽ മതിയായിരുന്നു. അതിനുവേണ്ടിയാണ് പണം കൊടുത്തത്.